അച്ഛനും അമ്മയും വേണ്ടെന്ന് വെക്കരുത്. രണ്ടുപേരും നിന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുക. നല്ല വിഷമത്തിലാ അവര്. നീയാണെങ്കിൽ ഭാര്യ വീട്ടിൽ വിട്ടുപിരിഞ്ഞ് ജോലിയായിട്ട് കഴിയുന്നു. ജൂൺ 3 മുതൽ അംഗനവാടിയിലേക്ക് വിടണം. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ആ ബാഗും അതുപോലെ തന്നെ കുടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എന്തിനാ ആ ബാഗ് വാങ്ങി, അവിടെ പിന്നെ അതൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ കൊണ്ടുവരുമ്പോൾ അവനിങ്ങനെ നോക്കിക്കും, എനിക്കില്ലല്ലോ എന്നുള്ള. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവനൊരു കുടയും ഇതൊക്കെ വാങ്ങാം, എന്തായാലും ആവശ്യമുള്ളത് തന്നെയല്ലേ. അപ്പോൾ അതായത് പിറ്റേ ദിവസമാണ് കേട്ടോ. അവനിതാ അവിടെ റെഡി ആയിട്ടുണ്ട് അംഗൻവാടിയിലേക്ക് പോകാൻ. എവിടെയാ പോകുന്നത് നിങ്ങള്? അംഗൻവാടി പറ. അപ്പോൾ ദാ അവന് ചെരുപ്പൊക്കെ ഇടിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ. അവന് പോകാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അവന് വേഗം ഒന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് നടക്കുന്നത്. പിന്നെ പോകുന്നവർക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇതാ നമ്മളിവിടെ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. ആകെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ എത്തി. ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ. അവൻ്റെ ഈ ബാഗ് ഊരി കൊടുക്കുന്ന ആളാണ് അവിടുത്തെ ടീച്ചർ കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ഹെൽപ്പറാണ്. അപ്പോൾ അംഗൻവാടിയിലത്തെ കുട്ടികളുമായിട്ട് ഭയങ്കര കളിയിലാട്ടോ. അവനങ്ങനെ ഒരു പേടിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഇനി മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ അത് കയറി പോവാണ്. ആ മേലെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മുമ്പ് അനിയത്തീൻ്റെ കൂടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേലെ പോയിട്ട് കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ മേലേക്ക് കൊണ്ടുപോയത്. ഞാൻ തന്നെ അപ്പോഴാണ് കാണുന്നത്. കുട്ടികളുടെ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ മെമ്പറൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ടീച്ചറും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ടും ടീച്ചർമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പൂവൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് കേട്ടോ. എല്ലാ കുട്ടികളെയും വിളിക്കുന്നുണ്ട്. എൻ്റെ മോനാണെങ്കിൽ അവിടെ സൈഡിൽ പോയിരുന്നിട്ട് ലഡു കഴിക്കുന്ന തിരക്കിലാണ്. അതിനുശേഷം നേരെ പോയി കാറിൽ കളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവന് ഫുഡും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.